കേരളത്തിൽ ആത്മഹത്യാ നിരക്കിൽ വൻ വർധനയെന്ന കണക്കുകൾ. കഴിഞ്ഞ 5 വർഷത്തിനിടെ 20.3% വർധനമുണ്ടായിരിക്കുന്നത്. ഇതിൽ ഏറെയും വിവാഹിതരായ പുരുഷന്മാരാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ജനസംഖ്യയിൽ പുരുഷന്മാരെക്കാൾ ഏറെയും സ്ത്രീകളുള്ള കേരളത്തിൽ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം സ്ത്രീ പുരുഷ ആത്മഹത്യാ അനുപാതം 20.80 കോഴിക്കോട് ആസ്ഥാനമായുള്ള തണൽ ആത്മഹത്യാ പരിശോധനാ കേന്ദ്രമാണ് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം പഠനം നടത്തിയത്. സെപ്റ്റംബർ 10 ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തിന് മുന്നോടിയായി ആണ് ഈ പഠനം പ്രസിദ്ധീകരിച്ചത്. ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകൾ അനുസരിച്ച് കേരളത്തിൽ 5 വർഷത്തിനിടെ ആത്മഹത്യയിൽ വൻ വർധനവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 2017 7,870 പേരാണ് സംസ്ഥാനത്ത് ആത്മഹത്യ ചെയ്തതെങ്കിൽ 2018 അത് 8,237 2019 8,556, 2020 8,500, 2021 9,549, 2022 8,490, 2023 10,972 എന്നിങ്ങനെയാണ് ആത്മഹത്യ ചെയ്തവരുടെ എണ്ണം. 2023 ആത്മഹത്യാ കണക്കുകളിൽ 8,811 പേരും പുരുഷന്മാരാണ്. 20നും 45 വയസ്സിനും ഇടയിലുള്ള പുരുഷന്മാരാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത്. ഇതിൽ തന്നെ വിവാഹിതരായ പുരുഷന്മാരാണ് കൂടുതൽ പേരും. 76.6% പേരും വിവാഹിതരാണ്. സാമ്പത്തിക പ്രതിസന്ധി, ലഹരി ഉപയോഗം, കുടുംബ പ്രശ്നങ്ങൾ തുടങ്ങിയവയാണ് പലരെയും ജീവനൊടുക്കാൻ പ്രേരിപ്പിക്കുന്നത്. വിദ്യാഭ്യാസം കുറഞ്ഞവരിലും സ്ഥിര വരുമാനം ഇല്ലാത്തവരിലും ആത്മഹത്യാ നിരക്ക് വളരെ കൂടുതലാണെന്നും പഠനം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. രാജ്യത്ത് പോണ്ടിച്ചേരിയിലാണ് ആത്മഹത്യാ നിരക്കിൽ 1ാം സ്ഥാനത്ത്. 2ാം സ്ഥാനത്ത് തമിഴ്നാടും 3ാം സ്ഥാനത്ത് കേരളവുമാണ്. കേരളത്തിൽ തന്നെ 2021 ശേഷം ഏറ്റവും കൂടുതൽ ആത്മഹത്യ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരത്താണ്. വയനാട്, കാസർഗോഡ്, മലപ്പുറം ജില്ലകളിലാണ് ഏറ്റവും കുറവ് ആത്മഹത്യ രേഖപ്പെടുത്തിയത്. കുടുംബമൊട്ടാകെയുള്ള ആത്മഹത്യകളും ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്താണ്. 50 പേരാണ് കുടുംബത്തോടെ 2023 മാത്രം ആത്മഹത്യ ചെയ്തത്. മരിച്ചവരിൽ 75% വിവാഹിതരാണ്. 47.4% പേരും കുടുംബ പ്രശ്നങ്ങൾ കാരണമാണ് ജീവനൊടുക്കിയത്. മരണപ്പെട്ടവരിൽ 80.7% പേരും തൂങ്ങി മരിച്ചവരാണ്. ഏറ്റവും കുറവ് ആത്മഹത്യകൾ നടന്ന മലപ്പുറം ജില്ലയിൽ മാത്രം കഴിഞ്ഞ വർഷം 515 പേർ ആത്മഹത്യ ചെയ്തിരുന്നു.